നമസ്കാരം. നിമിഷപ്രിയയുടെ കേസിൽ ഒരു വലിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ നിന്ന് കേട്ടിട്ടില്ലേ? സത്യം എത്ര മറച്ചു വെച്ചാലും അത് ഒരിക്കൽ മറ നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. ഇവിടെ ഒരു പെരുങ്കള്ളന്റെ ചതി മലയാളികൾ തിരിച്ചറിഞ്ഞ ദിവസമാണ്. നിമിഷപ്രിയയുടെ പേരും പറഞ്ഞ് ഒരു ചതിയൻ, ഒരു പെരുങ്കള്ളൻ മലയാളികളെ മുഴുവനായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിമിഷപ്രിയയുടെ കുടുംബത്തെയും പറ്റിച്ചു, ആക്ഷൻ കൗൺസിലിനെയും പറ്റിച്ചു. അതോടൊപ്പം തന്നെ നിമിഷപ്രിയയുടെ കേസിലെ വിക്ടിമായിട്ടുള്ള തലാലിന്റെ കുടുംബത്തെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. കാന്തപുരം ഉസ്താദ് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടില്ലായിരുന്നുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു കാര്യം നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ലായിരുന്നു. നിമിഷപ്രിയയ്ക്ക് ഇപ്പോൾ ഒരിക്കലും നീതി കിട്ടത്തുമില്ലായിരുന്നു. കാന്തപുരം ഉസ്താദ് നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇടപെട്ടതുകൊണ്ട് തന്നെ നിമിഷപ്രിയയുടെ ശിക്ഷ നീട്ടിവെക്കാൻ വേണ്ടി സാധിച്ചു. ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോഴാണ് സത്യത്തിൽ സജീവമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നത്. ശരിയായ രീതിയിൽ ചർച്ചകൾ നടക്കുന്നത് ഇപ്പോഴാണ്, കാന്തപുരം ഉസ്താദ് ഇടപെട്ടതിന് ശേഷം. അതോടൊപ്പം തന്നെ ഈ ഒരു വിഷയത്തിൽ കാന്തപുരം ഉസ്താദ് ഇടപെട്ടതുകൊണ്ട് തന്നെ ഈ ചതിയന്റെ വൃത്തികേട് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചു. സാമുവൽ ജെറോ അവനായിരുന്നു ഇത്രയും നാളും മധ്യസ്ഥത വഹിച്ചുകൊണ്ടിരുന്നത്. നിമിഷപ്രിയയുടെ കുടുംബത്തിനും തലാലിന്റെ കുടുംബത്തിനും ഇടയിൽ മധ്യസ്ഥത വഹിച്ചുകൊണ്ടിരുന്നത് ഇവനായിരുന്നു. ഇവനാണ് എല്ലാ ചർച്ചകളും നടത്തിയത്. ഇവനാണ് പണപ്പിരിപ്പ് നടത്തിയത്. പണം പിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എത്ര കോടി രൂപയാണെന്ന് അറിയാമോ നിമിഷപ്രിയയുടെ പേരും പറഞ്ഞ് ഇവൻ പിരിച്ചെടുത്തത്? തലാലിന്റെ കുടുംബത്തിന് കൊടുക്കാനാണ്, തലാലിന്റെ കുടുംബത്തെ പറഞ്ഞ് അനുനയിപ്പിക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് മലയാളികളുടെ കയ്യിൽ നിന്നും ലോകത്തുള്ള എല്ലാവരെയും പറ്റിച്ച് ഇവൻ പണം പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ മനസ്സിലാക്കാൻ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തലാലിന്റെ സഹോദരൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അറബിയിൽ മാത്രമല്ല മലയാളത്തിലും ഇംഗ്ലീഷിലും അയാൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ കാണിച്ചേക്കുന്നത്. ഇതിനകത്ത് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ സാമുവൽ ജെറോമിനെ അറിയത്തേയില്ല. ഈ സാമുവൽ ജെറോമിനെ ആദ്യമായിട്ട് ഈ തലാലിന്റെ സഹോദരൻ കാണുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? നിമിഷപ്രിയയുടെ ശിക്ഷ കൺഫേം ചെയ്ത ആ ഒരു ദിവസം. ആ ദിവസം നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് വാദിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്, നിങ്ങൾ ആലോചിക്കണം. നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഈ സാമുവൽ ജെറോ. അപ്പോൾ ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പായ ദിവസം ഈ സാമുവൽ ജെറോ ഈ തലാലിന്റെ സഹോദരനെ പോയി കണ്ടു. എന്നിട്ട് സന്തോഷം പ്രകടിപ്പിച്ചു, കൺഗ്രാജുലേറ്റ് ചെയ്തെന്ന്. അവന്റെ ചതി നിങ്ങളൊന്ന് ആലോചിച്ചേ, മനസ്സിലാക്കിക്കേ. അവൻ ഇത്രയും നാളും അവന് പണമെല്ലാം നേടിയെടുത്തിട്ട് നിമിഷപ്രിയയെ വഞ്ചിച്ചു, കുടുംബത്തെയും വഞ്ചിച്ചു, ആക്ഷൻ കൗൺസിലിനെ വഞ്ചിച്ചു, തലാലിന്റെ കുടുംബത്തെയും വഞ്ചിച്ചു. ഇവനാണ് ആദ്യമായിട്ട് കാന്തപുരം ഉസ്താദിനെതിരെ വീഡിയോ ഇട്ടത്. കാന്തപുരം ഉസ്താദ് ഇതിനകത്ത് ഇടപെടുമെന്ന് ഇവൻ വിചാരിച്ച് കാണത്തില്ല. കാന്തപുരം ഉസ്താദ് അവസാനം ഇടപെട്ടതുകൊണ്ട് തന്നെ അത് നീട്ടിവെച്ചപ്പോൾ ഇവന്റെ വെപ്രാളം നിങ്ങളൊന്ന് കാണണമായിരുന്നു. വെപ്രാളപ്പെട്ട് ഇവൻ വീഡിയോ ഇടുവാണ്. എന്നിട്ട് ആ വീഡിയോയിലാണ് ഇവൻ പറയുന്നത് കാന്തപുരം ഉസ്താദ് ഒന്നും അല്ല ഇതിനകത്ത് ഇടപെട്ടത്, ഗവൺമെന്റ് ഇടപെട്ടത് കൊണ്ടാണ് എന്ന് കാന്തപുരം ഉസ്താദിനെ തള്ളിപ്പറഞ്ഞു. പക്ഷേ ആ മനുഷ്യന്റെ ദൈവാനുഗ്രഹം കൊണ്ട്, അദ്ദേഹം നന്മയോട് കൂടിയിട്ട് ഒരു കാര്യം ചെയ്തത് കൊണ്ടും അദ്ദേഹത്തിന്റെ നല്ല മനസ്സോട് കൂടിയിട്ട് ഈ ഒരു പ്രവൃത്തിയിൽ ഇറങ്ങിയത് കൊണ്ടും സത്യം ഇത്രയും പെട്ടെന്ന് മറ നീക്കി പുറത്തു വന്നു. അപ്പൊ ഏതായാലും ആ വാർത്തയുടെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഭാരവാഹിയും സാമൂഹ്യ പ്രവർത്തകനുമായ സാമുവൽ ജെറോമിനെതിരെ തലാലിന്റെ സഹോദരൻ സാമുവൽ ജെറോം മധ്യസ്ഥതയുടെ പേരിൽ വ്യാപാരം നടത്തുന്നു എന്ന് അബ്ദുൽ ഫത്തേ മെഹദി ആരോപിച്ചു. സാമുവൽ ജെറോം താനുമായി ഒരു തരത്തിലുമുള്ള ചർച്ചയും നടത്തിയിട്ടില്ല എന്നും ഫത്തേ മെഹദി ഫേസ്ബുക്കിൽ വ്യക്തമാക്കി. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, ഒരു ഭാഗത്ത് ചില ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ട് പക്ഷെ എങ്ങനെ ഒഴിവാക്കാം എന്ന് ശ്രമിക്കുമ്പോൾ വരുന്ന ഈ ഫേസ്ബുക്ക് പോസ്റ്റ്, അതിനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? അനുജ, അതിഗുരുതരമായ ആരോപണങ്ങളാണ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഈ യമനിൽ മധ്യസ്ഥനായി പ്രവർത്തിക്കുന്ന സാമുവൽ ജെറോമിനെതിരെ തലാൽ അബ്ദുൽ മെഹദിയുടെ സഹോദരൻ അബ്ദുൽ ഫത്തേ മെഹദി ഉന്നയിച്ചിരിക്കുന്നത്. എന്ന വിശേഷണമാണ് സാമുവൽ ജെറോമിന് ഈ ഫത്തേ മെഹദി നൽകിയിരിക്കുന്നത്. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ആശയവിനിമയവും താനുമായോ തലാലിന്റെ കുടുംബവുമായോ സാമുവൽ ജെറോം നടത്തിയിട്ടില്ല. അത് ഫോൺ മുഖേനയോ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആയി പോലോ അത്തരത്തിലുള്ള യാതൊരു ആശയവിനിമയവും നടത്തിയിട്ടില്ല. എന്നാൽ BBC-ക്ക് നൽകിയ അഭിമുഖത്തിൽ നിമിഷപ്രിയയുടെ അഭിഭാഷകൻ എന്നാണ് സാമുവൽ സ്വയം വിശേഷിപ്പിച്ചത്. അത് തെറ്റാണ്. പലരിൽ നിന്നും പല വേദികളിൽ നിന്നും പണപ്പിരിവ് നടത്തുകയാണ് നിമിഷപ്രിയയുടെ മോചനം ഉന്നയിച്ചുകൊണ്ട് ഈ സാമുവൽ ജെറോമെന്നും ഏതാണ്ട് $40,000 ഇതിനകം തന്നെ പിരിച്ചു കഴിഞ്ഞു എന്നാണ് തനിക്ക് ലഭിക്കുന്ന വിവരം എന്നും ഈ ആരോപണത്തിൽ, ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉന്നയിച്ച ആരോപണത്തിലുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു വെളിപ്പെടുത്തൽ എന്നുള്ളത് നിമിഷപ്രിയയുടെ യമൻ പ്രസിഡന്റ് ശരിവെച്ച വിധി വന്ന ദിവസം തന്നെ സാമുവൽ ജെറോം സനയിൽ വെച്ച് കണ്ട് അഭിനന്ദനം അറിയിച്ചിരുന്നു. 1000 അഭിനന്ദനങ്ങൾ എന്നാണ് ആശംസ. കണ്ടോ, എന്തു വലിയ ചതിയാണ് അവൻ ചെയ്തുകൊണ്ടിരുന്നത്.
ഇത്രയും വർഷം 8 വർഷമായിട്ട് ഈ ചർച്ചകൾ ഇതുവരെയും ഫലം കാണാതെ പോയതിന് ഒരേ ഒരു ഉത്തരവാദി ഇയാളാണ്. ഇയാൾ ഇതിന്റെ പിന്നിൽ കിടന്ന് കളിക്കുമായിരുന്നു. ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്താതെ, ആരോടും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കോണ്ടാക്റ്റിലൊന്നും ആക്കാതെ ഇയാൾ അതിന്റെ ഇൻ ബിറ്റ്വീൻ നിന്ന് കളിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഇതുവരെയും ഒന്നും നടക്കാതെ പോയത്. കാന്തപുരം ഇതിനകത്ത് ഇടപെടുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണത്തില്ല. ഇടപെട്ടപ്പോൾ അയാളുടെ കള്ളിയെല്ലാം പൊളിയുമെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് വെപ്രാളപ്പെട്ട് അയാൾ വീഡിയോ ഇട്ടത്. അന്നത്തെ ദിവസം വെപ്രാളത്തോടു കൂടിയിട്ട് വീഡിയോ ഇടുന്ന അവനെ ഒന്ന് കാണണം. അപ്പോഴേ എന്തോ കള്ളത്തരം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. അപ്പോഴേ നമുക്കറിയാം അവൻ എന്തോ കള്ളത്തരം ഉണ്ടെന്ന്. അല്ലെന്നുണ്ടെങ്കിൽ അത്രയും വെപ്രാളത്തോടു കൂടിയിട്ട് വീഡിയോ ഇടത്തില്ല. അവൻ ഇട്ട ആ വീഡിയോയും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. We have done this without the consent of the family. At this point of time, I want to give thanks to many people, and these are the people who were only involved. First of all, I want to thank God for giving people who could help us. Number two, I want to thank our MLA Chandi Oman. He was the key behind this, and I just want to also thank the governor of Kerala. Amazing work. I just want to thank our honorable prime minister. Amazing work. കണ്ടോ അവന്റെ വെപ്രാളം കണ്ടോ? അവനറിയാം ഇനിയും കുറച്ചും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ചതിയും വഞ്ചനയും എല്ലാം മലയാളികൾ തിരിച്ചറിയുമെന്ന്. ലോകമെമ്പാടുമുള്ള മലയാളികളെയാണ് അവൻ പറ്റിച്ചത്. വഞ്ചിക്കുവായിരുന്നു ചെയ്തത്, വഞ്ചനയാണ് കാണിച്ചു കൂട്ടിയത്. ഇത്രയും വർഷവും പണം പിരിച്ചെടുത്തിട്ട് അവൻ അത് കൊണ്ടുപോയി തിന്നു. സത്യത്തില് ഇത് കാന്തപുരം ഉസ്താദിന്റെ നന്മ കൊണ്ട് മാത്രമാണ് ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിച്ചത്. അദ്ദേഹത്തിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ലോകം അറിയണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കള്ളത്തരം പുറത്തേക്ക് വന്നു. എങ്ങനെയോ കള്ളത്തരം പുറത്തേക്ക് വന്നതാണ്. ആ തലാലിന്റെ സഹോദരൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു വീഡിയോ കാണാൻ ഇടയായി. ഇവൻ ഇതുപോലെ പണം പിരിച്ചെടുക്കുന്നതിന്റെ ഒരു വീഡിയോ കാണാൻ ഇടയായി. അങ്ങനെ വീഡിയോ കാണാൻ ഇടയായപ്പോഴാണ് തലാലിന്റെ സഹോദരന് കാര്യം പിടികിട്ടിയത്. അങ്ങനെ തലാലിന്റെ സഹോദരൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുവാണ്. ഇത്രയും നാളും അയാൾ അറബിയിൽ മാത്രമായിരുന്നു പോസ്റ്റ് ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ മലയാളികൾ കാണാൻ വേണ്ടിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും അദ്ദേഹം പോസ്റ്റ് ഇട്ടു. അദ്ദേഹത്തിനോട് ഒരു വലിയ നന്ദി. കാരണം അദ്ദേഹത്തിന്റെ സഹോദരന്റെ പേര് പറഞ്ഞുകൂടിയാണ് ഇവൻ പണം പിരിച്ചെടുത്തുകൊണ്ടിരുന്നത്. അത് അയാൾ പറയുന്നുണ്ട്, എൻ്റെ സഹോദരന്റെ പേര് പറഞ്ഞ്, എൻ്റെ സഹോദരന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് അവൻ പണം പിരിച്ചെടുത്തു എന്ന് പറയുന്നുണ്ട്. അത്രയും വഞ്ചന കാണിച്ചവനാണ് അവൻ. ശരിക്കും ഇതുപോലുള്ളവന്മാര് നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ വിശ്വസിച്ചു പോകും പലപ്പോഴും. നമ്മൾ ഇവനെ വിശ്വസിച്ചുകൊണ്ടല്ലേ അവനെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചത്. എല്ലാവരും വിശ്വസിച്ചു. നിമിഷപ്രിയയുടെ കുടുംബം വിശ്വസിച്ചു, ആക്ഷൻ കൗൺസിൽ വിശ്വസിച്ചു, എല്ലാവരും വിശ്വസിച്ച് അവനെ ഏൽപ്പിച്ച ഒരു ജോലിയാണ്. അവനത് ഭംഗിയായിട്ട് ചെയ്തില്ല. അതിന് നടുക്ക് നിന്ന് കളിച്ച് അവൻ പണം നേടിയെടുത്തു. കഴിഞ്ഞ ദിവസം കാന്തപുരം ഉസ്താദ് ഒരു പ്രസ്താവന പറയുന്നത് ഞാൻ കേട്ടു. അദ്ദേഹത്തിനെ ഇത്രയൊക്കെ അപമാനിച്ചിട്ടും ഇത്രയൊക്കെ അധിക്ഷേപം നേരിട്ടിട്ടും അദ്ദേഹം എന്ത് മാന്യമായിട്ടും സൗമ്യമായിട്ടുമാണ് സംസാരിക്കുന്നത്. അദ്ദേഹം ചെയ്ത പ്രവൃത്തി തിരിച്ചറിയേണ്ടവരൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തോട് നന്ദി പറയുന്നത് ഞാൻ കേട്ടു. അദ്ദേഹം ചെയ്ത പ്രവൃത്തിയാണ് എന്ന് പലർക്കും മനസ്സിലായിട്ടുണ്ട്. അവരൊക്കെ തന്നെ അദ്ദേഹത്തോട് നന്ദി പറയുന്നുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറയുവാണ്, കേന്ദ്ര ഗവൺമെന്റിന് വിരുദ്ധമായിട്ട് ഞാൻ ഒന്നും ചെയ്യത്തില്ല. ഗവൺമെന്റ് എന്ത് പറയുന്നോ അത് മാത്രമേ ചെയ്യത്തുള്ളൂ. മാത്രമല്ല ത്രൂ ഔട്ട് ഈ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കും. ഒരു മനുഷ്യത്വം വെച്ചിട്ടാണ്, ഒരു സഹോദരിയുടെ ജീവന് വേണ്ടിയിട്ടാണ് ഞാൻ ഇടപെട്ടത് എന്ന് പറയുന്നു. വളരെ സൗമ്യമായിട്ട് പറയുന്നു. അല്ലാതെ വന്നിരുന്ന് മറ്റുള്ളവര് ഇല്ല പൊട്ടത്തരം വിളിച്ച് പറയുന്നത് പോലെയൊന്നുമല്ല. വളരെ മാന്യമായിട്ട് സൗമ്യമായിട്ട് അദ്ദേഹം സംസാരിക്കുകയാണ്. ഇത്രയൊക്കെ അധിക്ഷേപം നേരിട്ടിട്ടു. എല്ലാവരും പറഞ്ഞു അദ്ദേഹം പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്, അദ്ദേഹം പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണ്, ക്രെഡിറ്റ് നേടിയെടുക്കാനാണ്. സത്യത്തിൽ ആരാണ് ക്രെഡിറ്റ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ പരിപാടി കാണിച്ചത്? ഒരു കള്ളന്റെ ചതിയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നേക്കുന്നത്. നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. നമ്മളെല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കും. ഇയാൾ യമനിലുള്ളത് കൊണ്ട് തന്നെ ഇയാളെ ഏർപ്പെടുത്തിയതാണ്. പക്ഷേ ഒരു മനുഷ്യന്റെ ജീവൻ വെച്ചിട്ടാണ് അയാൾ കളിച്ചത്. കഷ്ടം തന്നെ. ഇതാണ് പറയുന്നേ, ദൈവം നല്ല മനസ്സുള്ളവരുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. നല്ല മനസ്സുള്ളവരുടെ കൂടെ എപ്പോഴും ദൈവം ഉണ്ടാകും എന്ന് പറയുന്നത് ചുമ്മാതല്ല. അദ്ദേഹത്തിന്റെ സത്യം ലോകർക്ക് മുമ്പിൽ തുറന്നു കാണിക്കാൻ വേണ്ടി ദൈവം പ്രവർത്തിച്ചത് തന്നെയാണ്. അതിപ്പോൾ ഏത് ദൈവവും ആയിക്കോട്ടെ, ദൈവം പ്രവർത്തിച്ചത് തന്നെയാണ്. ഷുവറാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇത്ര പെട്ടെന്ന് വരുമോ? 8 വർഷം കൊണ്ട് അവൻ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 8 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഈ വഞ്ചന ഇത്ര പെട്ടെന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ദൈവം പ്രവർത്തിച്ചത് തന്നെയാണ്. ഒരു സംശയവും വേണ്ട. ഇതുപോലുള്ള കള്ളന്മാരെ ഒരിക്കലും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. നമ്മുടെ മുമ്പിൽ എന്താണോ കാണുന്നത്, നമ്മൾ കാണുന്നത് എന്താണോ നമ്മൾ തിരിച്ചറിയുക. ഓരോ വ്യക്തികളെയും തിരിച്ചറിയുക. കഴിഞ്ഞ ദിവസം ചാണ്ടി ഉമ്മൻ അദ്ദേഹം വന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചു. അദ്ദേഹം കാന്തപുരം ഉസ്താദിനോട് നന്ദി പറയുന്നുണ്ട്. കാരണം അദ്ദേഹമാണ് കാന്തപുരം ഉസ്താദിന്റെ ശ്രദ്ധയിൽ ഈ ഒരു വിഷയം പെടുത്തിയത്.
എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് കാന്തപുരം ഉസ്താദ് ഇടപെട്ടു, അദ്ദേഹം എത്രയും പെട്ടെന്ന് തന്നെ ഇടപെട്ടതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഈ ഒരു കാര്യം ചെയ്യാൻ സാധിച്ചത്. അദ്ദേഹം ഇപ്പോഴും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്, ഇപ്പോഴും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് വേണമെങ്കിൽ പിൻവാങ്ങാമായിരുന്നു, പിൻവാങ്ങിയില്ലല്ലോ. ഇത്രയും മോശപ്പെട്ട വാക്കുകൾ പലരുടെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടും അദ്ദേഹം പിൻവാങ്ങിയില്ല. അതാണ് ആ മനുഷ്യന്റെ നന്മ. ആ നന്മ നമ്മൾ തിരിച്ചറിയുക. മതമോ ജാതിയോ അങ്ങനെ മറ്റുള്ള ഒരു കാര്യവും നോക്കാതെ ഒരു മനുഷ്യന്റെ മനസ്സിൽ നന്മയുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു മനുഷ്യൻ നന്മയുള്ള പ്രവൃത്തി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ നന്മയെ തിരിച്ചറിയുക, അതിനെ സപ്പോർട്ട് ചെയ്യുക, അത് തുറന്നു പറയാൻ തയ്യാറാകുക.